പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇന്നത്തെ ബൈബിൾ വചനം നമുക്ക് നോക്കിയാലോ. ഇന്ന് പ്രത്യേകത, ഇന്ന് മാർച്ച് 19 വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ ഫീസ്റ്റാണ്. അപ്പോൾ യൗസേപ്പ് പിതാവിനെ പറ്റി പറഞ്ഞേക്കുന്നൊരു ബൈബിൾ വചനം നമുക്കിന്ന് വായിക്കാം കേട്ടോ. യൗസേപ്പ് പിതാവിനെ പറ്റി ഒരുപാട് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ പറഞ്ഞതെല്ലാം ബൈബിളിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് നമുക്ക് പ്രചോദനം നൽകുന്ന വാക്കുകളാണ്. അപ്പം മത്തായി 1:24, ജോസഫ് നിദ്രയിൽ നിന്നുണർന്ന് ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു, അവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു. അപ്പം ഇതൊരു എന്താ പറയുക, അതായത് അതിൻ്റെ പുറകിലൊരു ഹിസ്റ്ററി ഉണ്ട്. കാരണം പരിശുദ്ധാത്മാനാൽ ഗർഭിണിയായെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ജോസഫ് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ജോസഫ് നീതിമാനാകിയാലും തൻ്റെ ഭാര്യയെ അപമാനിതയാകാൻ ഇഷ്ടപ്പെടാതെയായാലും രഹസ്യമായിട്ട് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചെന്ന്. അപ്പം അന്നേരം പിന്നെ ദൂതൻ വന്ന് യൗസേപ്പ് പിതാവിനോട് പറയുന്നതാണ്. അപ്പം ആ ദൂതൻ ആ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു കഴിഞ്ഞ് പിന്നെ ഇടം വലം നോക്കാതെ യൗസേപ്പ് പിതാവ് എന്താണ്, ആ കർത്താവിൻ്റെ ആ വാക്കുകളെ അനുസരിക്കുമായിരുന്നു. അതിന് മുമ്പോട്ടുള്ള ഒരു പ്രത്യാഘാതങ്ങളെപ്പറ്റി ചിന്തിക്കാതെ ഈശോയുടെ ദൂതൻ, കർത്താവിൻ്റെ ദൂതൻ പറഞ്ഞത് അതേപടി വരിച്ച ഒരാളാണ് നമ്മുടെ യൗസേപ്പ് പിതാവ്. അപ്പം ഇന്നത്തെ ഈ ഫീസ്റ്റ് ദിവസത്തിൽ യൗസേപ്പ് പിതാവിനോട് ചേർന്ന് ഈ ബൈബിൾ വചനം പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളെയൊക്കെ യൗസേപ്പ് പിതാവിനെ സംരക്ഷിക്കുക. ഈശോയെയും മാതാവിനെയും എപ്പോഴും യൗസേപ്പ് പിതാവിൻ്റെ ഫോട്ടോയ്ക്കകത്ത് അവർ 3 പേരോട് ഒരുമിച്ചിരിക്കുന്ന ഫോട്ടോ. അപ്പം ഉണ്ണീശോയെ സംരക്ഷിച്ചതുപോലെ നമ്മളെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മുടെ കുടുംബത്തെയും ഒക്കെ സംരക്ഷിക്കുക. യൗസേപ്പ് പിതാവിനോട് മധ്യസ്ഥം പ്രാർത്ഥിച്ച് പ്രാർത്ഥിക്കാം കേട്ടോ. താങ്ക് യു.